എങ്ങനെയാണ് മുസ്ലിം ലീഗിനെ വിമർശിച്ചത്? CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എന്താണ്? ജമാഅത്തെയും അതേപോലെ തന്നെ SDPയെയും പിടിമുറുക്കുന്നൊരു പാർട്ടിയായിട്ട് ലീഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗിൻ്റെ നയപരിപാടികളെ തീരുമാനിക്കുന്നത് ജമാഅത്തുകളാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ജമാഅത്തിനെതിരായിട്ടൊരു നിലപാട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ എടുക്കുന്നത്, അഥവാ CPM-ന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പിണറായി വിജയൻ എടുക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജമാഅത്ത് ആരോടൊപ്പമാണ് നിൽക്കുന്നത് ഇപ്പം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI ആരെയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്? കോൺഗ്രസിനെയാണ്, UDF. ഇപ്പോൾ പാലക്കാട് ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ക്ലെയിം തങ്ങൾ കൂടിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് SDPI പരസ്യമായി പ്രകടനം നടത്തിയല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ജമായത്തും SDPയും ലീഗിനെ പിടിമുറുക്കിയാൽ എന്താ സംഭവിക്കുക? ആ മുസ്ലിം സമുദായത്തിൽ പിടിമുറുക്കമുണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ CPM-ലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്ന മതനിരപേക്ഷ വോട്ടുകളുണ്ടല്ലോ, ആ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും. ആ പണിയാണ് ജമായത്തും SDPയും എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പിടിയിലാണ് ലീഗ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന, ലീഗിനോട് അനുഭാവമുള്ള, ലീഗ് പറയുന്ന രാഷ്ട്രീയം കേൾക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണല്ലോ സ്ഥിതി. 2024 തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗം CPM-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ജമാഅത്തിനെതിരായിട്ടും SDPക്കെതിരായിട്ടും ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് അവരെ തുറന്നു കാട്ടിക്കൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നതും BJP എതിർക്കുന്നതുമായ പാർട്ടി തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ളൊരു ശക്തമായ ശ്രമത്തിലേക്ക് വീണ്ടും CPM എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.